ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പെസഹായ്ക്കും ദുഃഖവെള്ളിക്കും ദുഃഖശനിക്കും ഒക്കെ ശേഷം മറ്റൊരു ഈസ്റ്റർ ഞായറും കൂടെ വന്നെത്തിയിരിക്കുകയാണ്. വെളുപ്പിനെ 3 മണിക്കായിരുന്നു തിരക്കർമ്മങ്ങൾ. കൊയറുണ്ടായിരുന്നുകൊണ്ട് ഞാൻ കുറച്ചുകൂടി നേരത്തെ ചെയ്യുന്നു. ആൻഡ് അത് കഴിഞ്ഞ് യുവദീപ്തിയുടെ വക കട്ടനും കട്ട്ലേറ്റും എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഉറങ്ങിയ ശേഷം ഞങ്ങൾ നാളെ വേളാങ്കണ്ണിക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിംഗ് ഒക്കെ ആയിരുന്നു. പാക്കിംഗ് എല്ലാം കഴിഞ്ഞ ശേഷം അമ്മ എൻ്റെ കയ്യിൽ ഒരു പെട്ട് കൊണ്ട് തന്നിട്ട് പറഞ്ഞു, തുറക്കണം മോനെ അമ്മയുടെ കൊടുക്കുകയെന്ന്. ഇതിലേക്ക് ഇടാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതൊക്കെ കുത്തി തുറക്കാൻ എനിക്ക് ഭയങ്കര കഴിവാണ് ഗൈസ്. അങ്ങനെ അതെല്ലാം കുത്തി തുറന്ന് അതിൽ നിന്ന് കുലുക്കി പൈസ മുഴുവൻ എടുത്ത് ആ പൈസ, അതായത് അമ്മയുടെ സമ്പാദ്യം കണ്ട് നിർവൃതി അടഞ്ഞിട്ട് കറക്റ്റായിട്ട് കണക്കെഴുതി എല്ലാം കൃത്യമായിട്ട് അമ്മേനെ ഏൽപ്പിച്ചു. അത് കഴിഞ്ഞ് പറഞ്ഞ അമ്മ എനിക്കും ചെറിയൊരു സമ്പാദ്യം ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ അമ്മ ആദ്യം പറഞ്ഞ ഡയലോഗാണ്, എൻ്റെ നിസ്കിയതായിരിക്കും പോട്ടെ എന്ന്. അപ്പോൾ ഞാനാരായി? അങ്ങനെ എൻ്റെ പൈസ ഞാൻ തന്നെ കണ്ട് ഞാൻ തന്നെ നിർവൃതി അടഞ്ഞ് നേരെ ഞങ്ങൾ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ എന്നെ കാത്ത് എൻ്റെ 2 ചേച്ചിമാരും അവരുടെ 5 മക്കളും ഉണ്ടായിരുന്നു. ഇതിൽ 3 ചോട്ടാ പീസിന് എന്നെ കാണുമ്പോഴുള്ള റിയാക്ഷൻ കണ്ടു കഴിഞ്ഞപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ആൻറ്റി അല്ല, അവരുടെ കളിക്കൂട്ടുകാരിയാണ്. അവരെന്നെ സ്നേഹത്തോടെ അമ്മൂന്ന് വിളിക്കാം. എന്ത് ചെയ്യാനാണ്, എനിക്ക് പിഞ്ച് മനസ്സായതുകൊണ്ടായിരിക്കും. നമ്മുടെ വീട്ടിൽ കുഞ്ഞു മക്കളുള്ളപ്പോഴുണ്ടല്ലോ എല്ലാ ഈവൻറ്റും അടിപൊളിയായിരിക്കുമെന്നേ. അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി സ്മാർട്ട് ബസാറിൽ പോയി നാളത്തേക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് തിരിച്ച് ഞാൻ നേരെ മണിമല്ല വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ.